അയ്യപ്പേട്ട ചായ. പല്ല് വെച്ച് കഴിഞ്ഞിട്ട് പലഹാരം ചായ കൂടെ ഒരുമിച്ച് കഴിക്കാം. അതിന് കഞ്ഞിയാ. ഓ കഞ്ഞി രാവിലെ ഒരെണ്ണ അടിച്ച അതിന്റെ സുഖം വേറെയാ. വേറെ എന്തിനു ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ ശിഷ്യന്മാര് ഇതിന് ബുദ്ധിമുട്ട് വരുത്തില്ല. മണിച്ചേട്ടൻ എവിടെ? അവൻ വരാൻ തരുന്ന പത്രം വായിക്കുന്നുണ്ട്. ഒരു മണിക്കൂർ ചായ പത്രവായന തീർന്നിട്ടില്ല. എത്ര വിലയുള്ള മുസ്ലിം പൗറാ കൃഷ്ണ. ഇതൊക്കെ കലക്കി കൊടുത്തിട്ട് ജനങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടോ? യഥാർത്ഥ ഗജമുത്ത് കണ്ടവരാരുണ്ട്? അതിന്റെ ഗുണം ഏതായാലും ഇതിലുണ്ട്. ഇത് ലോകവ്യാപകമായി വിൽക്കുന്നു. നമ്മൾ ജീവിക്കാനായി ഭക്തിയിൽ മായം ചേർത്ത് വിറ്റടിക്കുന്നു. ദീപസ്തംഭം മഹാശരി. നമ്മക്കും വേണ്ട പണം. പിന്നെ ഹരി ഓം തത്സത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രന്ഥത്തിന്റെ അറിവ് വെച്ച് ചെയ്തതാണ് ഈ സിദ്ധൌഷധം. ഇത് കഴിച്ചാൽ ദാമ്പത്യ ജീവിതം സ്വസ്ഥം. അതോടെ ഒരുപാട് കാലത്തെ നിങ്ങളുടെ കാത്തിരിപ്പ് സഫലമാവും. ബഹളം കൂട്ടാതെ മൗനവ്രതത്തിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഫലം കിട്ടില്ല. ഇത് കഴിച്ച ശരിക്കും കുട്ടികളുണ്ടാവുമോ? കുട്ടികളുണ്ടാവാത്തവർക്ക് ഉറപ്പായിട്ടും കുട്ടികളുണ്ടാവും. നിക്കാതെ കഴിച്ചായിരുന്നു ഇത് കുട്ടി കുറച്ചിങ്ങനെ കോരി കുടിക്കാറുണ്ട്. മകളെ ഒന്ന് നന്നായി വാ. ശക്തി കൂടിയ മദന കാമേശ്വരിയുടെ മാന്ത്രികത ഇനി അറിയാം. ഇനി ധാതുക്ഷയമില്ല, വന്ധ്യതയുമില്ല, അണുക്കളുടെ കുറവും ഉണ്ടാവുകയുമില്ല. ഭക്തിയോടെ സേവിച്ചോളൂ. കുട്ടികൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കുഞ്ഞിക്കാല് വെച്ച് ഓടി നടക്കുന്നത് കാണാം. സ്വാമി നമോ വാഗമൺ. അല്ല വാഗൻ, വാഗം, വാദം, വാഗം, വാഗൻ. സ്വാമി സംഭൂജ്യവതി. കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. അറിയാം, ആവശ്യം എന്റേതായി പോയില്ലേ? അങ്ങനെ പറയരുത്. പ്രസാദം ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിക്കാറുണ്ടല്ലോ. എങ്കിൽ പിന്നെ വൈകിക്കണ്ട, പ്രസാദം തന്നോളൂ. ഇതാ. നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെന്താ മണികണ്ഠൻ ആലോചിക്കുന്നത്? പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. ഡോക്ടർ കൈയൊഴിയാതിരുന്നാ മതി. എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. പിന്നെല്ലാം എനിക്കിന്ന് ഡോക്ടർമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരെല്ലാം സമരം ചെയ്യാൻ പോവാണല്ലോ. കൂട്ടത്തിൽ കൂടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ. അവളച്ചാട്ടം കളിക്കാതെ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ. പോരടാ, നീ പോടേ. നീ എന്റെ മേത്തേക്കാണ് ഒരറ്റത്തും തുറന്നു.
ഇതൊക്കെ ഉള്ളൂ. പെട്ടെന്ന് ഇടണ്ട. ഇങ്ങോട്ട് എടു. എടുത്തോ എടുത്തോ എടുത്തോ. തീർന്നില്ല. നീ എത്രയെന്ന് എടുത്തു? എണ്ണിയാണോ മൂട്ടിക്കുന്നത്? എന്തായാലും നിന്നെക്കാൾ കൂടുതൽ ഞാനാ എടുത്തത്. അയ്യോ ഞാൻ എന്നാ മറന്നു. ഞാൻ നിന്നെ നോക്കട്ടെ. 1 2 3 4 5 അയ്യടെ 6. എന്നെ നോക്കാൻ നിൽക്കില്ല. ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോകാൻ നോക്കണോ? ഒന്ന് വാടാ വാ, ഇങ്ങോട്ട്. വാ, വാ, വാ. നടക്ക്. കുട്ടി കുറെ നേരമായിട്ട് പുറകിൽ പട്ടിനെ ഈ പട്ടി കന്യമാസം കഴിഞ്ഞു. പട്ടികളെല്ലാം കൂടി ചുമട് വന്ന് പറിച്ച് പറിച്ച്. നീ എന്തിനാ ഇവിടെ കൊച്ചിട്ടുണ്ടോ? വെറും മോഷ്ടിച്ച് വെച്ചിട്ട്. എടാ പണികണ്ട, ദേ പോലീസ്. എടാ ഇപ്പൊ തന്നെ പോലീസ്. നീ ഇങ്ങട് വെച്ചോ. എന്താടോ ഹെൽമെറ്റ് ഇല്ലേ? പോലീസൊക്കെ കണ്ടില്ല. ഇനി എന്ത് ചെയ്യാനാ? ഐഡിയ ഉണ്ട്. എല്ലാരും തലയിലെ കെട്ടഴിച്ചേ. അയ്യപ്പോ പറയണ്ട. അയ്യപ്പോ പറയണ്ടാ. ഇടാ, ശരണം വിളിക്കാൻ. അയ്യപ്പോ സ്വാമി. അയ്യപ്പോ സ്വാമി. അയ്യപ്പോ സ്വാമി. സ്വാമി അയ്യപ്പോ. അയ്യപ്പോ സ്വാമി. അയ്യപ്പോ സ്വാമി. ഇവരിനി എപ്പ നടന്ന് മല കയറാനല്ലേ? എന്റെ ചീട്ടുകളി ഭഗവതി ക്ലാവര് റാണി കൺമണി നിന്റെ കണർ കൊണ്ട് കുഴഞ്ഞു. മോനെ ആകമത്തട്ടോളെത്രയാടാ? അത് കണ്ടാലറിയാം. ഈ പല്ലുപോയ സിംഹത്തിനും തൊപ്പിപോയ പോലീസിനും ഒരു വിലയില്ലാന്ന് പറയുന്നത് correct ആണ്. പോലീസ്. എല്ലാരും കൂടി ഒരു സ്ഥലത്ത് എല്ലാരും അങ്ങോട്ടാണോ? അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഓടിയത്. അവരെവിടെ പോടാ? ഓടി ഊപ്പാട് വന്നു. പോലീസ് ഇരിക്ക. ഇരിക്ക. അല്ല നീ ഇരിക്ക. ഞാൻ പോയി. ഇരിക്ക. ആരാണ് അവിടെ ചീട്ട് കളിച്ചത്? അറിയില്ല. ഇയാൾക്കെന്താ തലയ്ക്ക് ഭ്രാന്ത? മെറ്റല് ഒരു കളിക്കുന്നു പോലീസ് വന്നപ്പോ. താങ്കൾ പോലീസിലുണ്ടായിരുന്ന ആളല്ലേ? സത്യം പറയണം. അതുകൊണ്ടാ പറയുന്ന അറിയില്ല. താങ്കൾ ഇവിടെ എന്ത് ചെയ്യുന്നു? മാഡത്തിന് കണ്ടൂടെ ഈ കോൺക്രീറ്റ് ഇടാനുള്ള മെറ്റൽസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്? ഈ പോലീസിനെ പണി തിരിച്ചു കിട്ടുന്നവരെ എന്തെങ്കിലും ജോലി ജീവിക്കണ്ടേ മാഡം? ഉണക്കിട്ടിട്ടാണോടോ മെറ്റൽ പോരുന്നേ? ആ? മന്ദബുദ്ധി.